ശ്രീ ഫക്രുദ്ദീൻ, ഈ ബംഗ്ലാദേശ് നിരവധി പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഇങ്ങോട്ട് ഏറെക്കാലം നല്ലൊരു ബന്ധം നിലനിർത്തിയിരുന്നതാണ്. അത് ബംഗ്ലാദേശിന് മാത്രമല്ല, നിരവധി ലോകരാഷ്ട്രങ്ങളുമായിട്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉലയുന്ന പ്രശ്നം നമ്മൾക്ക് കൂടുതൽ സ്ഥിതി ഗുരുതരമാക്കി തീർക്കുമോ? ബംഗ്ലാദേശായിട്ട് ഇപ്പോൾ നമുക്ക് നല്ല ബന്ധം തന്നെയല്ലേ? മോഡി വന്ന സമയത്ത് നല്ല ബന്ധം അന്ന് ഹസീനയായിരുന്നു. ഹസീന പ്രതിനിധീകരിക്കുന്ന സെക്യുലർ ലിബറൽ ബ്ലോക്ക് ഉണ്ട്. അവരുമായിട്ട് നമുക്ക് അന്ന് നല്ല ബന്ധം, ഇന്നും നല്ല ബന്ധമാണ്. ഇപ്പം എന്താ സംഭവിച്ചത്? ഹസീനനെ അവിടെ നിന്ന് മാറ്റി. ഹസീനനെ അമേരിക്കയും ജമാഅത്തെ ഇസ്ലാമിയും കൂടി അവിടെ നിന്ന് മാറ്റി. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വന്ന് സെക്യുലറിസം പറയും, അവിടെ വന്ന് വർഗീയത പറയും. അവിടെ പരന്ന ഡേഷ് മക്കളെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ബംഗ്ലാദേശിലെ വിപ്ലവ യുവത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ചെയ്യുന്ന സാധനമാണ്. ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് ചില ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ വിഭാഗം അധികാരത്ത് വന്നപ്പോൾ അവർ ഇന്ത്യക്കെതിരാണ്. പണ്ടേ ഈ പറഞ്ഞ പരന്നാറ യൂനിസ് നമുക്കെതിരാണ് ആണല്ലോ. അപ്പോൾ അവന്മാരാണ് ഇപ്പോൾ അധികാരത്തിൽ. സ്വാഭാവികമായിട്ടും മോഡിയല്ല, സോണിയാഗാന്ധി ആണെങ്കിലും അവരെതിരായിരിക്കും. ദേ ആർ അഗെയിൻസ്റ്റ് ഇന്ത്യ. ദേ ആർ നോട്ട് അഗെയിൻസ്റ്റ് മോഡി, ദേ ആർ അഗെയിൻസ്റ്റ് ഇന്ത്യ. അവിടെയാണ് പ്രശ്നം. ഇന്ത്യ എന്നുള്ള സങ്കല്പത്തിനും ഇന്ത്യ എന്നുള്ള പ്രതീകത്തിനും ഇന്ത്യ എന്നുള്ള മാതൃകയ്ക്കാണ് അവരത്, മോഡിക്കല്ല. മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. പട്ടാള ഭരണം വന്ന സമയത്ത് നമുക്ക് എങ്ങനെ വാരമണിയാമെന്ന് മുജീബിനെ കൊന്നില്ലേ? മുജീബിനെ കൊന്നിട്ട് മുജീബിൻ്റെ മോക്ക് നമ്മൾ അഭയം കൊടുത്തു. മുജീബിൻ്റെ ഫാമിലിനെ അവർ തട്ടിക്കളഞ്ഞു. ആ സമയം തൊട്ട് അവന്മാർ നമുക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പരന്നാതകൾ. അതുവരെ അവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഭരിച്ചതെങ്കിൽ അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിനെതിരെ നിന്ന അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊന്നൊടുക്കിയ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെയുള്ള സംഘടനകളാണ് ആ പട്ടാള ഭരണകാലത്ത് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അവരന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു, അഗേൻസ്റ്റ് രാജീവ് ഗാന്ധി. അതിനുശേഷം ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷമാണ് മാറ്റം വന്നത്. ഖാലിദ സിയ ആൻഡ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന വളരെ പ്രോ ഇന്ത്യനായിരുന്നു. അതാണ് അത് കാര്യം. അതുകൊണ്ട് ഇന്ത്യക്കെതിരാന്ന് പറഞ്ഞാൽ അത്രയും അവിടെ പകുതി ജനങ്ങൾ അന്നും ഇന്ത്യക്ക് അനുകൂലമാണ്, പകുതി ഇന്നും ഇന്ത്യക്ക് അനുകൂലമാണ്. പക്ഷെ ഇന്ന് ആ പകുതിയുടെ കയ്യിൽ അധികാരമല്ല. ആ ഭരണ സംവിധാനം ജമാഅത്തെ ഇസ്ലാമി ആൻഡ് അമേരിക്ക സ്പോൺ. അതോടാണ് ഏറ്റവും വലിയ രസം. അമേരിക്ക ഏറ്റവും വലിയ ഒരു ഭീഷണിയായി കരുതുന്നതാണല്ലോ ഇസ്ലാമിക ഭീകരത. അതിന് ലോകത്താകമാനം അതിനൊരു സൈദ്ധാന്തികമായിട്ടുള്ള ചട്ടക്കൂട് കൊടുക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസം. ഇവിടെയും പല ആളുകൾക്കും വലിയ സന്തോഷമാണല്ലോ അവരുടെ ഈന്തപ്പഴം മേടിച്ച് കഴിക്കാനും അവരുടെ ഇഫ്താർ പാർട്ടി പോകാനും. എന്നിട്ട് അവരെ ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിയിൽ പോയാൽ സെക്കുലർ, RSSന്റെ പരിപാടിയിൽ പോയാൽ വർഗീയവാദി. അതങ്ങനെ ഇവിടെ ഉണ്ടല്ലോ ഇൻസാൻ. അപ്പോൾ ഇത്തരം കപടമോഹങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളത് ഇന്ത്യക്കാർ, ഹിന്ദുവാകും മുസ്ലിമാകും ക്രിസ്ത്യാനിയും. അതാണ് അതിൻ്റെ സ്ഥിതി. ഇപ്പൊ ഈ അതിർത്തിയിൽ ഒരു ചെറിയൊരു സംഘർഷാവസ്ഥ നിൽക്കുന്നില്ലേ? അല്ല, സംഘർഷാവസ്ഥയുണ്ട്. അവരധികാരത്തിൽ വന്ന സമയം തൊട്ടുണ്ട്. എല്ലാ അതിർത്തികളിലും സംഘർഷാവസ്ഥ അല്ല, അങ്ങനല്ല. ഇവര് ഇപ്പം ഈ പുതിയ യൂനിസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് തൊട്ടിട്ട് അതിർത്തി സംഘർഷമുണ്ട്. കാരണം ഇന്ത്യ അനുകൂലമായിട്ടുള്ള ബറ്റാലിയൻസിനെ മൊത്തം പിൻവലിച്ചിട്ടുണ്ട്. ആ സ്വഭാവമുള്ള ആളുകൾ മൊത്തം ഇന്ത്യ ഹോസ്റ്റൈലായിട്ടുള്ള പാക്കി ആയിട്ടുള്ള ബറ്റാലിയൻസിനെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ സംഘർഷാവസ്ഥ. പക്ഷെ അവർ ഇന്ത്യനൊക്കെ അടുത്ത് ആക്രമിക്കുന്നില്ല, അതിന് ശേഷിയൊന്നുമില്ല. അങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുക, മൻമോഹൻ സിംഗ് ഒന്നും അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്, മോഡിയാണ്. അങ്ങനെ ഭസ്മീകരിച്ച് കളയും. അങ്ങനെയാണ് മോഡി ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഈ വരും വരായികളൊന്നും നോക്കില്ല. ഒരു പരിധി അയാൾ നോക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നോക്കിയില്ല. അത് അവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു സൈനിക നീക്കമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടാം. അവിടെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഹിന്ദുസ് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവന്മാരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ പുറത്തു പോകാനും സാധിക്കുന്നില്ല. അല്ല, അന്ന് പുറത്തു പോകാൻ സമ്മതിക്കാതെ. അതല്ല ഋതിക് ഘട്ടക്കിന്റെ സിനിമകൾ കാണുന്ന ഈ എക്സോഡസ് അതൊക്കെ അങ്ങനെ വരുന്നതാണ്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇവരെ ക്യാപ്റ്റീവ് ആക്കി നിർത്തി. ഇവരെ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ വിലപേശ എന്നുള്ള രീതി. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ രീതി. ഇവന്മാർ തന്നെയാണ് ഇവിടെ വന്ന് സെക്കുലറിസം പറയുന്നത്. അതാണ് എനിക്ക് പ്രശ്നം. അവിടുന്ന് ഹിന്ദുക്കളെ കൊല്ലുക, അവിടുന്ന് ക്രിസ്ത്യാനികളെ കൊല്ലുക, അവിടെ ബുദ്ധിസ്റ്റുകളെ കൊല്ലുക, നോ പ്രോബ്ലം. അവിടെ ഭയങ്കര വർഗീയവാദം. ആ നായകളെ ഇവിടെ വലിയ വീരനായകന്മാരായിട്ട് ചിത്രീകരിക്കുക. ഇവിടെ വന്ന് സെക്കുലറിസം പറയുക. എന്നിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുക. വാട്ട് എ നോൺസെൻസ്. അത് അവിടെയാണ് എനിക്ക് പ്രശ്നം. ഞാനിത് ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല. നിങ്ങൾ സെക്യുലർ ആണെങ്കിൽ അടിമുടി സെക്യുലർ ആയിരിക്കണം. നിങ്ങൾ പാതി സെക്യുലർ ആവാൻ പറ്റില്ല. മനസ്സിലായല്ലോ? പാതി സെക്യുലർ ആവുന്നതാണ് പ്രശ്നം. പാതി സെക്യുലർ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ആരിഫ് ഹുസൈനും നമ്മുടെ മറ്റേ ഇയാളുണ്ടല്ലോ സഭാഷ്യം മുന്നേക്കലൊക്കെ പറയുന്നത് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഒന്നെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും സെക്യുലർ ആവുക, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും വർഗീയവാദികളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൊസിഷൻ പോസിബിൾ അല്ല, എസ്പെഷ്യലി ഇന്നത്തെ മീഡിയ വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെയാണ് ഹിന്ദുക്കൾ ഇപ്പോൾ അവർ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്.
തടഞ്ഞു വെച്ച് അവരെ വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വിലപേശുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. നടക്കില്ല. കാരണം അവിടെ ഞാൻ മനസ്സിലാക്കി RSS ഓൾറെഡി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഇന്ത്യ ഗവൺമെൻറ് നോട് കിട്ടിയിരുന്നില്ല, പുറത്ത് പോയിട്ട് പ്രവാസികളെ സംഘടിപ്പിക്കുക. ഇവൻ ഈ പാകിസ്ഥാൻ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചടിച്ചു കൊടുക്കും. കാരണം അവരുടെ മുന്നിൽ ഒന്നീം മരണം, അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള എന്നേക്കുമായുള്ള രക്ഷപ്പെടൽ. അവരതിന് മാനസികമായി തയ്യാറെടുത്തെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇന്ത്യ അവരെ ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇവർ വേണ്ടത് ഇപ്പോൾ അതിന് വേറൊരു തന്ത്രം അവരെ പിന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ അവിടെ തീവ്രവാദം വളർത്തുന്നത് പറഞ്ഞ് ഇന്റർനാഷണൽ വേദികളിൽ, അന്താരാഷ്ട്ര വേദികളിൽ നമ്മളെ എക്സ്പോസ് ചെയ്യാൻ പറ്റും. പാകിസ്ഥാന് തുല്യമാണ് നമ്മളെന്ന് കാണിക്കാൻ പറ്റും. പാകിസ്ഥാനിലെ പ്രശ്നവും ഈ ബംഗ്ലാദേശ് പ്രശ്നവും രണ്ടാണ്. പക്ഷേ ഇന്റർനാഷണൽ വേദികൾ വരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെ ഒരേപോലെ അവർ കാണിക്കാൻ പറ്റും. ഇതിനുള്ള പാകിസ്ഥാൻ്റെ ഈ അമേരിക്കയുടെ അജണ്ട അവിടെ കിടക്കുന്നുണ്ട്. അത് ഡിഫിക്കൽട്ടുള്ള സംവിധാനമാണ്, പക്ഷേ പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ അത് വളരെ എന്താ പറയുക, വളരെ സൂക്ഷ്മതലത്തിൽ അത് കൈകാര്യം ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളെ സൈന്യത്തിന് നേരിട്ടുള്ള ഇടപെടൽ അവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടൽ കണ്ടാൽ നമ്മൾ എക്സ്പോസ്ഡ് ആകും. എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരിച്ചടിയാകും. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. ഫൈനലി എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ബ്രേക്കപ്പ് ആവും. 3 രാജ്യങ്ങൾ, ബംഗ്ലാദേശ് 3 രാജ്യം, ഒരു മുസ്ലിം രാജ്യം, ഒരു ഹിന്ദു രാജ്യം, പിന്നെ ഒരു ക്രിസ്ത്യൻ രാജ്യമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമോ ഒക്കെ ആയിട്ട് മാറും. പിന്നെ കുറേ ചെറിയ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളോ, ഈ പ്രദേശത്തെ ആഫ്രിക്ക പോലുള്ള ചെറിയ രാജ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ പോളിസി. എങ്കിലും അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് അവർക്ക് ഏറ്റവും വലിയ ഭീഷണി ചൈന ആൻഡ് ഇന്ത്യയാണ്. ചൈനേൻ്റെ അടുത്ത് അധികം കളി നടക്കില്ല എന്നറിയാം. ഇന്ത്യയോടാണ് കളി. ഇന്ത്യയിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചൈനയിൽ ജനാധിപത്യം ഇല്ലാണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ സ്റ്റേറ്റ് പറയും, ആളുകൾ കേൾക്കും. ഇവിടെ അതല്ല, ജനാധിപത്യം ആയതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അപ്പനാ ജനാധിപത്യമുണ്ട്. രാജ്യത്തോട് വലിയ കമ്മിറ്റ്മെൻറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെ കുറവാണ്. അപ്പനാ കാര്യം കിട്ടിയാൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെ കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കും. പാകിസ്ഥാനിലില്ലാത്ത ജനാധിപത്യം, പാകിസ്ഥാനില്ലാത്ത മനുഷ്യാവകാശമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ വീക്ക്നെസ് ആയി കരുതരുത്, നമ്മുടെ സ്ട്രെങ്ത്താണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാണുമ്പോൾ അത് നമ്മുടെ വീക്ക്നെസ് ആയി. അതാണ് നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ആദ്യം കാണും. രാജ്യത്തെ കണ്ടിട്ട് അടുത്ത കളി മതി. അതല്ലാതെ രാജ്യത്തെ കാണാതെയുള്ള കളികൾ, അതാണ് ഈ സൗത്ത് ഇന്ത്യയിലെ പല പാർട്ടികളും ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ ദ്രാവിഡ മുന്നേറ്റ കാര്യം. ജഗൻ പിന്നെ ഉള്ളിൽ കൂടെയുള്ള കളിയാണ്. നേരിട്ട് മോഡിയോട് കളിക്കാൻ പോവില്ല. ഉള്ളിൽ കൂടെയുള്ള കളിയാണ്. കോൺഗ്രസ് വന്ന് കോൺഗ്രസ് സത്യത്തിൽ വലിയ രാജ്യസ്നേഹവും വളരെ ടാക്ടിക്കലായി അവരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ നൊയിഞ്ഞു ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അവനുവിനൊക്കെ കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ മുമ്പ് പലരും ഉപേക്ഷിച്ച് പോയ നിലപാടുകളൊരു റിസംബ്ലൻസ് ഉണ്ട്. ഇപ്പോൾ അത് കോൺഗ്രസ് തിരുത്തുണ്ടാവും, അല്ലാതെ കോൺഗ്രസ് പോകാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി എ മുസ്ലിം പാർട്ടി ഓൺലി, ഇറ്റ് ക്യാൻ ബി എ ക്രിസ്ത്യൻ പാർട്ടി ഓൺലി. ഇറ്റ്സ് ബേസിക്കലി എ പാർട്ടി ഓഫ് ദ ഹിന്ദുസ് വിച്ച് ഈസ് അക്കോമഡേറ്റിംഗ് ബോത്ത് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ആൻഡ് അതർ പീപ്പിൾ ഫ്രം അതർ കമ്മ്യൂണിറ്റീസ്. ഈ ബംഗ്ലാദേശിൽ നിന്ന് ഈ സമീപ സമയത്തൊരു വെല്ലുവിളി തന്നെ ഉണ്ടായി. ചെങ്കോട്ട തകർക്കും, അതിന് 28 കോടി കൈകൾ മതി ഞങ്ങളുടേത് എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നാൽ മതി 28 അല്ല 48 കോടി കൈകൾ വന്നാലും ഇന്ത്യനെ വർപ്പിക്കാനുള്ള ശേഷിയൊന്നും ബംഗ്ലാദേശ് വന്നിട്ടില്ല. പാകിസ്ഥാന് വേണേൽ കുറച്ചുണ്ടെന്ന് പറയാം. അങ്ങനെ ആറ്റം ബോംബുണ്ട്, അത് അതിർത്തി വരെ കടന്നു വരത്തേ ഉള്ളൂ. അതെ, ഇത് അതിർത്തിയും കിടക്കുക, ഇത് കൽക്കത്ത കിടക്കുകയല്ല. ഇന്ത്യനെ പവർ എന്താണെന്ന് പരനാളികൾ വിചാരിച്ചത്. ജെയിംസ് ബോണ്ട് സിനിമയിലെ വില്ലന്മാരെ പോലെയാണ്. ജെയിംസ് ബോണ്ട് ഏതൊരു പടത്തിലുണ്ട്. ജെയിംസ് ബോണ്ട് തൊട്ട് ഞങ്ങൾ ആളുകൾ ജെയിംസ് ബോണ്ട് കാണും. ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, അറബി ഒട്ടോ, നമ്മളെ മാതാവ് നായർ ഉള്ള സിനിമ അല്ലേ കുയിപ്രേൻ്റെ, അതിൽ ഒരു ഗുണ്ടുണ്ട്, ഒരു പാകിസ്ഥാനി ഗുണ്ട്. അങ്ങനെ 2 വാളൊക്കെ വീശിയിട്ട് ഇങ്ങനെ ചാടി വരും. അപ്പോൾ അതിൽ വേറൊരു വില്ലനുണ്ട്, അയാളെ ഈ തോക്കളോ ഒറ്റ വെടിവെക്കും, അവിടെ കിടക്കും. അത്രയേ ഉള്ളൂ. അതിന് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമുക്കാണ് കൂടുതൽ, സൈനികമായിട്ട് നമുക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. അമ്മമാർ കൽക്കത്തയിൽ ഇങ്ങോട്ട് കയറില്ലെന്ന് ഇന്ത്യയോട് വെച്ചാൽ അവരുടെ ഇന്ത്യ കളിക്കാൻ തുടങ്ങി അവരുടെ എന്താണ് സർവനാശമായിരിക്കുന്നത്. പാകിസ്ഥാന് വേറെ പ്രശ്നം, അവൻ്റെ ഈ ആറ്റം ബോംബുണ്ട്. അത് ആറ്റം ബോംബുള്ളത് നിങ്ങളെ കയ്യിലാണെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയല്ല അവന്മാരെ കഥ. അവർക്ക് ആയുധശേഷി ഇല്ലായിരിക്കാം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം, മറ്റ് സൈനിക ബലവും ഇല്ല. അതല്ലേ അതിൻ്റെ ഏറ്റവും വലിയ അതില്ല. അല്ല ആറ്റം ബോംബ് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാം. ഇത് നമ്മൾ പേടിച്ചൊന്ന് പറയും. നല്ല സുഹൃത്തുക്കൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പേടിച്ചിരിക്കാം, അങ്ങോട്ട് കയറി വരില്ലേ എന്നോ അവരെന്തോന്ന് ചെയ്യാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.